നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊന്നിട്ടില്ല, പക്ഷേ കൊല്ലാക്കൊല ചെയ്തു. മൊജ്തബ ഇനി എഴുന്നേൽക്കില്ല, അയാൾ തിരിച്ചു വരില്ല. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആരോഗ്യവാനായിരിക്കുന്നുവെന്ന് ലോകത്തെയും ഇറാൻ ജനതയെയും ബോധ്യപ്പെടുത്താൻ IRGC ഇനി എന്തൊക്കെ ചെയ്താലും എത്ര ഓഡിയോയും വീഡിയോയും പുറത്തുവിട്ടിട്ടും കാര്യമില്ല. ശരീരം തളർന്ന് കിടക്കുകയാണ് ആയത്തുള്ള മൊജ്തബ ഖമനേയി. അമേരിക്കയിൽ നിന്ന് ട്രംപിന്റെ ഉഗ്രൻ പ്രഖ്യാപനം വന്നു. ഇതോടെ ഇറാനിൽ തീ പിടിച്ചു. IRGC വെറുപിടിച്ച് പായുകയാണ്. മൊജ്തബ ചത്തിട്ടില്ല, പക്ഷേ ശരീരത്തിന്റെ ഒരു ഭാഗം തളർത്തിയിട്ടു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ഫെബ്രുവരി 28 നടന്ന അമേരിക്ക-ഇസ്രയേൽ ആക്രമണത്തിൽ മൊജ്തബയുടെ ശരീരത്തിന്റെ ഇടതുവശത്തും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കിയത്. അമേരിക്കൻ റേഡിയോ അവതാരകൻ ഗ്ലെൻ ബെക്കുമായുള്ള അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അയാൾക്കൊരിക്കലും പഴയതുപോലെ തിരികെ വരാനോ പ്രതികാരം ചെയ്യാനോ കഴിയില്ല. ഇനി ഒടുക്കം വരെ ഒരൊറ്റ കിടപ്പ് എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഈ പ്രസ്താവന IRGCക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ സംരക്ഷണയിലാണ് പരമോന്നത നേതാവ്. അദ്ദേഹം ആവശ്യപ്പെടുന്നതിനനുസരിച്ചാണ് ഇസ്രയേൽ അമേരിക്ക കൂട്ടത്തിന് ഞങ്ങൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് റവല്യൂഷണറി ഗാർഡ് വാദിക്കുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം വെറും പൊള്ളത്തരമാണെന്നാണ് ട്രംപ് പറയുന്നത്. കിടക്കയിൽ നിന്ന് ഒന്നനങ്ങാൻ പോലും കഴിയാത്ത മൊജ്തബ ഖമനേയി എന്ത് നിർദ്ദേശമാണ് IRGCക്ക് നൽകുന്നത് എന്നാണ് ട്രംപ് പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നത്. ഇറാൻ ജനതയോടാണ് പ്രഖ്യാപിക്കുന്നത്, അയാൾക്ക് ഇനി ഒരു തിരിച്ചുവരവില്ല. ഇതായിരുന്നു ട്രംപ് പറഞ്ഞത്. ഇതോടെ ഇറാനിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ്. മൊജ്തബ ജീവനോടെ ഉണ്ടോ, അയാൾ ആരോഗ്യവാനാണോ, അതോ കിടപ്പിലാണോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഭരണകൂടത്തിനും IRGCക്ക് നേരെ ഉയരുകയാണ്. അങ്ങനെ ചത്ത് ജീവിക്കുന്ന ഒരാൾ പരമോന്നത നേതാവിന്റെ കസേരയിൽ എങ്ങനെ കയറി ഇരിക്കും എന്നുള്ള ചോദ്യവും ശക്തമാകുന്നു. ഇറാനിൽ അക്ഷരാർത്ഥത്തിൽ തീ പിടിച്ചിരിക്കുകയാണ്. തീ പിടിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപും. മൊജ്തബയുടെ ആരോഗ്യ നിലയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയരാൻ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ പൊതു സാന്നിധ്യത്തിലെ അസാധാരണമായ കുറവാണ്. അതായത് സ്വന്തം പിതാവ് മരിച്ചപ്പോൾ പോലും ആ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലും മൊജ്തബ എത്തിയിരുന്നില്ല. അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മൊജ്തബയെ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചത്. എന്നാൽ സ്ഥാനമേറ്റതിന് ശേഷം മൊജ്തബ പൊതുപരിപാടികളിൽ ഒന്നും തന്നെ കാര്യമായി എത്തിയിട്ടില്ല. എവിടെയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ പോലും വന്നിട്ടില്ല. ഇറാനിയൻ ഔദ്യോഗിക സംവിധാനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പ്രസ്താവനകളും പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തുകൊണ്ട് മൊജ്തബ പുറത്തേക്ക് വരുന്നില്ല? ഇതാണ് ഒരു ചോദ്യം. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ പരാമർശമാണ് ഈ ദുരൂഹതയ്ക്ക് മറ്റൊരു തലം നൽകുന്നത്. മൊജ്തബയുമായി ആശയവിനിമയം നടത്തുന്നത് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പെസഷ്കിയാൻ ഓഗസ്റ്റ് ആദ്യം പറഞ്ഞത്. അതേസമയം മൊജ്തബയുടെ സാന്നിധ്യം രാജ്യത്തിന് വലിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മൊജ്തബയുമായി നേരത്തെ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തെക്കുറിച്ച് പുറത്തു വരുന്ന ചില ചിത്രീകരണങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നും പെസഷ്കിയാൻ പ്രതികരിച്ചിരുന്നു. എന്നാൽ അപ്പോഴും പെസഷ്കിയാന്റെ വാക്കുകളിലും ഉണ്ടായിരുന്നു മൊജ്തബ കിടപ്പിലാണ് എന്നുള്ളത്. ഇതിന് പിന്നാലെ മൊജ്തബ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വിവരവും പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ അത് ശരിയല്ല എന്ന് വാദിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് IRGC ആണ്. ഭരണകൂടമല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പരമോന്നത നേതാവാണെന്നും മൊജ്തബയാണ് എല്ലാത്തിനും ഉത്തരവിടുന്നതെന്നും IRGC പറയുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ജൂലൈ അവസാനം പെസഷ്കിയാൻ മൊജ്തബയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സൈനിക കാര്യങ്ങൾ, സമ്പദ് വ്യവസ്ഥ, ഊർജ ഉപയോഗം, അന്താരാഷ്ട്ര സാമ്പത്തിക ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ മൊജ്തബയുടെ കൃത്യമായ സ്ഥലം പരസ്യപ്പെടുത്തിയിട്ടില്ല. അതിനാൽ അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സജീവമാണോ, പരിമിതമായ രീതിയിൽ മാത്രമാണോ ഇടപെടുന്നത്, അതോ അദ്ദേഹത്തിന് വേണ്ടി അടുത്ത വൃത്തം നിർവഹണങ്ങൾ കൈകാര്യം ചെയ്യുകയാണോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു ബാക്കി. ഒന്നിനും വ്യക്തതയില്ല. ഈ സാഹചര്യത്തിൽ മൊജ്തബയുടെ ആരോഗ്യനില മാത്രമല്ല, ഇറാന്റെ അധികാര ഘടനയും വലിയ ചർച്ചാ വിഷയമായി മാറുന്നു. ഒരു പരമോന്നത നേതാവ് പൊതുജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ നിർണായക തീരുമാനങ്ങൾ എങ്ങനെയാണ് കൈക്കൊള്ളുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. പെസഷ്കിയാൻ നേരത്തെ തന്നെ മൊജ്തബ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് പ്രധാന തീരുമാനങ്ങളിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞത്. അതേസമയം ഇറാനിലെ കടുത്ത നിലപാടുകാരായ വിഭാഗങ്ങൾക്കിടയിൽ മുജ്തബയുടെ സ്വാധീനം വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്.
മുജിതബയുടെ അഭാവം ഇപ്പോൾ അമേരിക്കയ്ക്കും ഇറാനും ഇടയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആരോഗ്യനിലയും തീരുമാനമെടുക്കാനുള്ള ശേഷിയും രാജ്യത്തിന്റെ സൈനിക, നയതന്ത്ര, ആണവ നയങ്ങളിൽ നേരിട്ട് പ്രതിഫലിക്കാവുന്ന വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള ചർച്ചകൾ, യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ, ഉപരോധങ്ങൾ, ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാണ്. നിലവിൽ ഇറാനിലെ ചില മുതിർന്ന നേതാക്കൾ അമേരിക്കയുമായി ധാരണയിലെത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കടുത്ത നിലപാടുകാരായ വിഭാഗങ്ങൾ കൂടുതൽ പ്രതിരോധപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. യുദ്ധം വേണം എന്നാണ് അവർ പറയുന്നത്. ട്രംപിന്റെ പുതിയ പ്രസ്താവന ഒരു വ്യക്തിയുടെ ആരോഗ്യ വിവരത്തെക്കുറിച്ചുള്ള വാർത്ത മാത്രമല്ല. മുജ്തബ ഖമനായി യഥാർത്ഥത്തിൽ എത്രത്തോളം സജീവമാണ്, അദ്ദേഹത്തിന്റെ പരിക്കുകൾ എത്ര ഗുരുതരമാണ്, ഇറാന്റെ ഭരണയന്ത്രം ഇപ്പോൾ ആരുടെ നിർദ്ദേശത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന വലിയ രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാൻ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ സ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ നൽകുന്നതുവരെ ട്രംപിന്റെ അവകാശവാദവും ഇറാനിൽ നിന്നുള്ള പരിമിതമായ വിവരങ്ങളും തമ്മിലുള്ള ഈ ഒരു പോര് നടന്നുകൊണ്ടേയിരിക്കും. ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഞങ്ങൾ നടത്തിയ ആക്രമണത്തിൽ മുജ്തബയുടെ ഒരു ഭാഗം തളർന്നു പോയിട്ടുണ്ട് എന്ന്. ഇസ്രയേലും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേലി മാധ്യമങ്ങളിലും ഇത് തന്നെയാണ് വരുന്നത്. സത്യത്തിൽ എന്താണ് മുജ്തബയ്ക്ക് സംഭവിച്ചത്? അയാൾക്കിനി എഴുന്നേറ്റ് വരാൻ കഴിയുമോ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കിടക്കുന്നത് മുജ്തബയല്ലെങ്കിൽ IRGC ഇപ്പോൾ യുദ്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് ഉത്തരവിട്ടിരിക്കുന്നത് ആരാണ്? ഭരണകൂടത്തിന് ഇപ്പോൾ വലിയ റോൾ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇറാനിലുള്ളത്. IRGC തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും യുദ്ധവുമായി മുന്നോട്ട് പോകുന്നതും. ഇത് മുജ്തബയുടെ നിർദ്ദേശം അനുസരിച്ചാണോ അതോ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവൻ സ്വയം എടുക്കുന്ന തീരുമാനമാണോ? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ മുജ്തബയുടെ കാര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുജ്തബ ജീവനോടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാന ചർച്ച. ഈ ചർച്ച ഉയർന്നു വരുമ്പോഴൊക്കെ മുജ്തബയുടേതെന്ന് പറയുന്ന ചില ഓഡിയോകളും വീഡിയോകളും IRGC പുറത്തുവിടാറുണ്ട്. കഴിഞ്ഞ ദിവസവും അതുപോലെ ഒരെണ്ണം പുറത്തു വന്നിരുന്നു. അതായത് മുജ്തബ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് റവല്യൂഷണറി ഗാർഡ് പുറത്തുവിട്ടത്. വ്യക്തമായ ശബ്ദരേഖയോട് കൂടിയ വീഡിയോയായിരുന്നു പുറത്തു വന്നത്. ഈ മാസം തന്നെ ഇത് 2ാം തവണയാണ് മുജ്തബയുടെ വീഡിയോ ഇറാൻ പുറത്തുവിടുന്നത്. മുൻ വീഡിയോയിൽ ഖമനേയിയുടെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ കഴിയുമായിരുന്നില്ല. പുതിയ വീഡിയോയിൽ ശബ്ദവും വ്യക്തമാണ്. മതപണ്ഡിതന്മാരുമായും വിദ്യാർത്ഥികളുമായും അക്കാദമിക ചർച്ചയിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ഒരു വിദ്യാർത്ഥിയുടെ തീസീസ് അവതരണം കേട്ട ശേഷം അതിനെ മുജ്തബ പിഴവുകളില്ലാത്തത് എന്ന് പ്രശംസിക്കുന്നുണ്ട്. വിദ്യാർത്ഥിക്ക് 20ൽ 19.5 മാർക്ക് നൽകുകയും ചെയ്യുന്നു. എന്നാൽ മുജ്തബ അയാളെക്കുറിച്ചുള്ള ആരോഗ്യസ്ഥിതി ചർച്ചയാകുന്ന സമയത്തിൽ മാത്രമാണ് ഈ വീഡിയോകളും ഓഡിയോയും പുറത്തു വരുന്നത്. അങ്ങനെ ഇരുന്ന് ഒരു ചർച്ച നടത്താൻ കഴിയുന്ന സാഹചര്യത്തിലൊന്നുമല്ല മുജ്തബ ഉള്ളതെന്ന് പല കോണുകളിൽ നിന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇറാനിൽ ഇസ്രയേലിന്റെ വലിയൊരു ചാരവലയമുണ്ട്. അവർ അവിടെ എല്ലാ രീതിയിലും ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുജ്തബ കിടക്കയിൽ തന്നെ കിടക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നത്. എന്തായാലും ഇതിലേത് വാർത്തയാണ് സത്യം, എന്തിലാണ് സത്യാവസ്ഥ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ മുജ്തബ എന്തുകൊണ്ട്, ആരോഗ്യസ്ഥിതി നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് മുജ്തബ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാതെ മുജ്തബ എന്തിനു മാറി നിന്നു? അവിടെയാണ് ട്രംപ് പറയുന്നത് അയാൾ തളർന്ന് കിടക്കുകയാണെന്ന്. അമേരിക്കയും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം മുറുകാൻ പോകുന്നു. ഒരു യുദ്ധമുഖത്തേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ സൈന്യത്തിൽ വലിയ ഒരു പൊളിച്ചെഴുത്ത് മുജ്തബ ഖമനേയി നടത്തി എന്ന് IRGC പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ തളർന്നു കിടക്കുന്ന മുജ്തബ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയോ? അതോ IRGCയുടെ തലവൻ തന്നെയാണോ പൊളിച്ചെഴുത്തിന് ഒരു പ്രഖ്യാപനം ഇട്ടത് എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. സൈനിക സുരക്ഷാ സംവിധാനത്തിൽ നിർണായകമായ പുനഃസംഘടന നടത്തിയെന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കിയത്. മുജ്തബ ഖമനേയി, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ബാസിജ് സുരക്ഷാ സേന, സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് എന്നിവയിലായി 6 മുതിർന്ന കമാൻഡർമാരെയാണ് പുതിയ പദവികളിൽ നിയമിച്ചത്. ഇത് മുജ്തബ ഖമനേയി നിയമിച്ചു എന്നാണ് IRGC വ്യക്തമാക്കിയത്. മുജ്തബ ഖമനേയി യുദ്ധകാല ഭരണകൂടത്തിന് ചുറ്റും ശക്തമായൊരു സുരക്ഷാ വലയം തീർക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്ന് IRGC തുറന്നടിച്ചത്. ഇറാൻ നയതന്ത്ര ചർച്ചകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. എങ്കിലും യുദ്ധം അവസാനിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നില്ല. പോരാട്ടം തുടരേണ്ടി വരുമെന്ന കണക്കുകൂട്ടലിലാണ് ഈ നിയമനങ്ങൾ എന്നാണ്
അന്ന് IRGC വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. ഇസ്രയേൽ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് പക്പൂറിന് പകരം ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയെ മേജർ ജനറൽ പദവിയോടെ IRGC കമാൻഡർ ഇൻ ചീഫായി നിയമിച്ചു. മുസ്തഫ ഇസാദിയാണ് പുതിയ ഡെപ്യൂട്ടി. സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫായി മേജർ ജനറൽ അലി അബ്ദുള്ളാഹിയും ബാസിജ് സുരക്ഷാ സേനയുടെ തലവനായി ഹുസൈൻ താബും ചുമതലയേറ്റത്. 1970കളുടെ അവസാനം IRGC രൂപീകരിച്ച കാലം മുതൽ അതിന്റെ ഭാഗമായ വാഹിദി 1988 മുതൽ 97 വരെ എലൈറ്റ് ഖുദ്സ് ഫോഴ്സിനെ നയിച്ച മികച്ച യുദ്ധപരിചയമുള്ള വ്യക്തിയാണ്. ശത്രുക്കൾക്കെതിരെ ശക്തമായ ആക്രമണാത്മക നീക്കങ്ങൾക്ക് സജ്ജമായിരിക്കാൻ മുജ്തബ ഖമനേയി പുതിയ കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകിയെന്നായിരുന്നു ഇറാൻ മാധ്യമങ്ങൾ അന്ന് പടച്ചുവിട്ടത്. കൂടാതെ മുൻ IRGC മേധാവി മൊഹസൻ റസായിയെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായും നിയമിച്ചിരുന്നു. മുൻ സുരക്ഷാ തലവൻ മുഹമ്മദ് ബാഗർ സോൾഖാദറിന് പകരമാണ് ഇത്. വിദേശ നയങ്ങളുടെയും നയതന്ത്ര ചർച്ചകളുടെയും പൂർണ്ണ നിയന്ത്രണം പരമോന്നത നേതാവിന്റെ നേരിട്ടുള്ള കസ്റ്റഡിയിലേക്ക് മാറ്റുന്നതിന്റെ സൂചനയാണ് ഇതെന്നൊക്കെയായിരുന്നു ഈ വലിയ പൊളിച്ചെഴുത്ത് നടത്തിയതിന് ശേഷം IRGC പറഞ്ഞത്. ഈ പൊളിച്ചെഴുത്ത് നടത്തിയത് IRGC ആണോ അതോ ആയത്തുള്ള മുജ്തബയാണോ എന്നുള്ളതിൽ വ്യക്തതയൊന്നുമില്ല. എന്തായാലും മുജ്തബ ഇപ്പോൾ കിടപ്പിലാണ് എന്നുള്ള വാർത്ത വരുമ്പോൾ അത് വലിയ തോതിലാണ് ഇറാനെ തിരിച്ചടി ഉണ്ടാക്കുന്നത്. കാരണം മുജ്തബ സുഖമായിരിക്കുന്നു എന്ന് കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ട് ഇറാൻ ജനതയെ സമാധാനിപ്പിക്കുകയാണ് IRGC. എന്നാൽ ഇപ്പോൾ ചോദ്യങ്ങൾ ശക്തമാകുന്നു. മുജ്തബ എവിടെ? മുജ്തബ ജീവനോടെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാൻ പറയൂ എന്നാണ് ഇറാൻ ജനത പറയുന്നത്. ഇതിനിടെ ഇറാനുമേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയോ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെയോ അമേരിക്കയ്ക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ലെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാന്റെ പ്രഖ്യാപനം. ഇറാന് നേരെ US ഭരണകൂടം വ്യാപകമായ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു പെസഷ്ക്യാന്റെ പ്രതികരണം. തുറന്ന സംവാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവ പരിഹരിക്കാനുമാണ് ഞങ്ങളുടെ സമീപനം. എന്നാൽ അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഏതൊരു സാമ്പത്തിക സമ്മർദ്ദങ്ങളെയും ദൃഢതയോടെ നേരിടാൻ ഞങ്ങൾ ഉറച്ചു നിൽക്കും, പെസഷ്ക്യാൻ പറഞ്ഞു. മുൻകാലങ്ങളിൽ സൈനിക നടപടികളിലൂടെയും ഇറാന്റെ സായുധ സേനയുടെ കടുത്ത ചെറുത്തുനിൽപ്പിലൂടെയും ജനങ്ങളുടെ പിന്തുണയിലൂടെയും അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ തകർന്നടിയുകയായിരുന്നുവെന്നും പുതിയ സാമ്പത്തിക ആക്രമണങ്ങളിലൂടെയും വാഷിംഗ്ടണിനൊന്നും നേടാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെഹ്റാനിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാനിൽ ധനമന്ത്രി അലി മദനിസാദെ, സെൻട്രൽ ബാങ്ക് ഗവർണർ അബ്ദുന്നാസർ ഹമ്മദി, പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ എന്നിവരുമായി നടന്ന 3 മണിക്കൂർ നീണ്ട ഉന്നതതല യോഗത്തിലാണ് പ്രസിഡന്റ് കാര്യങ്ങൾ വിശദീകരിച്ചത്. യുദ്ധ സാഹചര്യം, സാമ്പത്തിക ഉപരോധം, ബാഹ്യ സമ്മർദ്ദങ്ങൾ എന്നിവ സൃഷ്ടിച്ച സങ്കീർണമായ സാഹചര്യങ്ങൾക്കിടയിൽ രാജ്യത്തെ വിദേശ നാണ്യ ധനകാര്യ സൂചികകൾ യോഗം വിശദമായി വിലയിരുത്തി. രാജ്യത്ത് സാമ്പത്തിക സ്ഥിരത നിലനിർത്തേണ്ടതിന്റെയും പണപ്പെരുപ്പ ആശങ്കകൾ നിയന്ത്രിക്കേണ്ടതിന്റെയും അടിയന്തര ആവശ്യകത പെസഷ്ക്യാൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രധാന വിപണികളെ, പ്രത്യേകിച്ച് നാണയധന വിപണികളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് സർക്കാരും സെൻട്രൽ ബാങ്കും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളും തമ്മിൽ പരസ്പര ഏകോപനം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനെ ആഗോള സാമ്പത്തിക മേഖലയിൽ നിന്ന് പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. കൂടാതെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കുക ലക്ഷ്യമിട്ടുള്ള ഇറാൻ ഒമാൻ വിദേശകാര്യ മന്ത്രിമാർ നടത്തിയ ചർച്ച അവസാനിച്ചിട്ടുണ്ട്. ശുഭസൂചനകളാണ് ഇരു രാജ്യങ്ങളും നൽകുന്നത്. താൽക്കാലിക ഇടനാഴി ഉടനെന്നാണ് ഒമാൻ